മലയാളിയുടെ സുഹൃതം, മലയാണ്മയുടെ സുഹൃതം. തേനും വയമ്പിനുമൊപ്പം ഓരോ മലയാളിയും, ഓരോ കുഞ്ഞും, കേരളത്തിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും കേട്ട് വളരുന്ന സ്വരം. മലയാളി അയാളുടെ ഓർമ്മയുടെ അടരുകൾ ചിട്ടപ്പെടുത്തിയെടുക്കുന്നത് ഈ സ്വരത്തിൻ്റെ വിന്യാസങ്ങളിലൂടെയാണ്. ഇന്ന് പ്രഭാതങ്ങളിൽ സാധാരണ പറയാറ് പ്രഭാതങ്ങളിൽ നല്ല കാഴ്ച കണ്ട് ഉണരണം എന്നാണ്. കേരളത്തിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല കാഴ്ച അതാണ് ഇന്നത്തെ നമ്മുടെ അതിഥി, പത്മശ്രീ ശ്രീ KG യേശുദാസ് എന്ന ദാസേട്ടൻ. ദാസേട്ടന് ശുഭദിനത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. സാധാരണ പ്രഭാത പരിപാടിയാണ് ശുഭദിനം. ഫോർട്ട് കൊച്ചിയിലെ പ്രഭാതങ്ങളിൽ നിന്ന് ഇപ്പോൾ ഫ്ലോറിഡയിലെ പ്രഭാതങ്ങൾ വരെയുള്ള ആ ഒരു യാത്ര, പ്രഭാതങ്ങളുടെ യാത്ര. ഈ പ്രഭാതത്തിൻ്റെ അത് സൃഷ്ടിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ഫോർട്ട് കൊച്ചിയിലായാലും ശരി, ഫ്ലോറിഡയിലായാലും ശരി, ഏത് ലോകത്തായാലും ശരി, പ്രഭാതം എല്ലാവർക്കും പ്രഭാതം തന്നെയാണ്. അത് ഉൾക്കൊള്ളുന്നവർക്കാണ് അതിൻ്റെ സുഖം. ചിലപ്പോൾ 11 മണി വരെ അല്ലെ 12 മണി വരെ കിടന്നുറങ്ങുമ്പോൾ ആ സൗന്ദര്യം അറിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അതിരാവിലേക്ക് എണീറ്റ് ആ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ ഈ തിരക്കേറിയ സമയത്ത് ചിലപ്പോൾ 2-3 മണിക്കൊക്കെ വന്നാൽ ചില പ്രഭാതങ്ങൾ നഷ്ടപ്പെടാറുണ്ട്. അതാണ് പ്രഭാതങ്ങളെ കുറിച്ചുള്ള അതുപോലെ തന്നെ ഒരു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, ഓരോ കവലയിലും നിറയുന്ന ഈ സ്വരം, അത് അമ്പലമുറ്റത്തായാലും പള്ളിമുറ്റത്തായാലും, പിന്നെ അതുപോലെ തന്നെ ഈ രൂപവും ഏതൊരു കവലയിലുണ്ടാവും ഈ രൂപത്തിൻ്റെ ഒരു വളരെ മനോഹരമായി വരച്ച ഈ രൂപം. അപ്പോൾ ഇത്തരം നിറയുന്ന ഒരു സഞ്ചാരിയുടെ മനസ്സിൽ, കേരളീയൻ്റെ മനസ്സിൽ നിറയുന്ന ഈ സാന്നിധ്യം, അത് മാത്രമല്ല അതിൻ്റെ ഒരു വശം അതന്നെ ഒരു താര സാന്നിധ്യം. ദാസേട്ടനോട് ഇങ്ങനെ നോക്കിയിട്ട് ഒരു എതിർത്ത് പറയാൻ, മറുത്ത് പറയാൻ അസാധ്യമാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിപ്രഭാവം, ഇതിനെക്കുറിച്ച് സ്വയം ബോധ്യവാനാണ്. പിന്നെ കാരണക്കാരൻ ഈശ്വരൻ തന്നെയാണ്, അല്ലാതെ ഞാനല്ല. എനിക്ക് അതിനുള്ള ബോധവും അതിനുള്ള ബുദ്ധിയും അതിനുള്ള ചിന്തയും അതിനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കടാക്ഷം കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയാണ്. അതിന് ഏറ്റവും നന്ദിയും സർവ്വതും അർപ്പണം ചെയ്യാനുള്ള ബോധവും അത് തന്നതും അദ്ദേഹം തന്നെയാണ്. അതറിഞ്ഞ് അതിനനുസരിച്ച് എല്ലാ പാഠങ്ങളും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എന്നെ ചെറിയ വയസ്സിലൊക്കെ എനിക്ക് തന്ന് എന്നെ നല്ല പാഠങ്ങൾ എന്നെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വളർത്തിക്കൊണ്ടുവന്നതും ജഗദീശ്വരനാണ്. ആ ജഗദീശ്വരൻ്റെ കടാക്ഷം കൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. പിന്നെ എന്നെ ആരെങ്കിലും സന്തോഷമായിട്ട് കരുതുകയോ കാണുകയോ ചെയ്താൽ, ഇനിയിപ്പോൾ കുറച്ച് വിഷമമായിട്ട് തോന്നിയാലും അത് സർവ്വതും അർപ്പിക്കുന്നത് ഞാൻ ഈശ്വരനിലോട്ടാണ്. കാരണം ഞാൻ അതിൻ്റെ ഒരു ഭാഗം എനിക്ക് എടുക്കാനുള്ള അവകാശമില്ല. ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പിതാവ് എനിക്ക് തന്ന പേര് ഒരു മഹാവ്യക്തിയുടെ ദാസനായിട്ടാണ്. അതിന് മാറ്റാനോ ശ്രമിച്ചിട്ടുമില്ല. അത് മാറ്റാൻ പല ഭാഗത്തുനിന്നും അപ്പോൾ ചെറിയൊരു ഞാനും 20 വയസ്സിലൊക്കെ 21ാമത്തെ വയസ്സിലാണ് സിനിമയിൽ വന്നത്. അപ്പോൾ സിനിമയിൽ ചെന്ന് കഴിയുമ്പോൾ പേര് മാറ്റുക ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അവിടെയും പല ആളുകളുടെയും അഭിപ്രായം ഉണ്ടായി, ഒന്ന് പേര് മാറ്റി നന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉടനെ എനിക്ക് എൻ്റെ പേര് തന്ന ആൾ ഒന്ന് ചോദിക്കാതിരിക്കാനുള്ള ഒരു മനസ്ഥിതി എനിക്കില്ലായിരുന്നു. ഞാൻ ഉടനെ വിളിച്ച്, അപ്പോൾ അതിന് അന്ന് ഫോണൊന്നുമില്ല, എഴുതി അറിയിച്ചു. അപ്പോൾ എൻ്റെ മഹാനായ എൻ്റെ ഫാദർ അന്ന് പറഞ്ഞത്, ഇന്നിപ്പോൾ അതിനെ ഞാൻ അങ്ങേറ്റം സന്തോഷത്തോടും ബഹുമാനത്തോടുകൂടിയും എൻ്റെ ഹൃദയത്തിൽ വെച്ച് സൂക്ഷിക്കുക. ആ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റിയാലേ നിനക്ക് അവിടെ നിൽക്കാൻ ഒക്കുമെങ്കിൽ നീങ്ങി പോരെ. അപ്പോൾ ഈശ്വരനോടുള്ള ദാസേട്ടൻ്റെ പ്രാർത്ഥനകൾ എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചിട്ടില്ല ഒന്നും. എൻ്റെ അച്ഛൻ കാരുണ്യവാനായിരുന്നു, എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ അതിനേക്കാൾ എത്രയോ ഉപരിയാണ് ഈശ്വരൻ. ഈശ്വരനോട് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാനും ചെയ്യാനുള്ളത് നമ്മൾ നിന്നു കൊടുക്കുക. ചിലപ്പോൾ തന്നില്ലെന്ന് വരും, ചിലപ്പോൾ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും, ചിലപ്പോൾ ധാരാളം കോരി വാരി തരും. അദ്ദേഹത്തിന് അറിയാം എപ്പോഴും തരണം എപ്പോഴും തരണ്ട എന്നുള്ളത്. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഇപ്പോൾ ഈയിടെ ഒരു പത്രത്തിൽ എഴുതിയിരുന്നായിരുന്നു, എന്താണ് ദുഃഖങ്ങൾ മാത്രം എനിക്കെന്ന്. ഞാനങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ ദുഃഖങ്ങൾ എന്ന് പറയാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ച പാഠങ്ങളിൽ ദുഃഖങ്ങളുണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുഃഖങ്ങളാണ്. അതൊക്കെ ഇന്നിപ്പോൾ എനിക്ക് വളരെ വിലപിടിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അതിനെനിക്ക് വില മതിക്കാനൊക്കാത്തത്രയുണ്ട്. അത് ഒരു ദുഃഖമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇൻ്റർവ്യൂസൊക്കെ എനിക്ക് വാസ്തവത്തിൽ ചില സമയത്ത് അവർ ടൈറ്റിൽ കൊടുക്കുന്നതൊക്കെ
ദുഃഖം മാത്രം ബാക്കിയായെന്ന് അങ്ങനെ എന്തോ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാണ്ട് വല്ലതൊക്കെ എഴുതരുത്. വളരെ വിനീതമായിട്ട് പറയാണ് ഞാൻ. കാരണം അതെന്ത് ചെയ്യുന്നു വെച്ചാൽ, യേശുദാസിനൊക്കെ ദുഃഖം മാത്രമേ ഉള്ളൂ. എനിക്ക് ദുഃഖം എന്ന് പറയുന്ന സാധനമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 16 രൂപയും കൊണ്ടാണ് മദ്രാസിലോട്ട് പോയത്. അതും ഒരു ടാക്സി ഡ്രൈവറിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട്. ആ ടാക്സി ഡ്രൈവറിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചുകൊണ്ട് ചെന്ന ആൾക്ക് ഇന്നിപ്പോൾ ഇത്രയും സുഖമായിട്ടിരിക്കാമെങ്കിൽ, ഇത്രയും ആളുകൾ എന്നോട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എന്ന് പറഞ്ഞു, നിങ്ങളാണ് പറഞ്ഞത്, അത്രയും ഇതിരിക്കുന്നത് തന്നെ എനിക്ക് വലിയൊരു സ്വത്താണ്. ആ സ്വത്ത് ഇത്രയും ദൈവം തന്നിട്ട് പിന്നെ ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു നിന്ദയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയാണ് ഞാൻ. അത് പറയുമ്പോൾ പത്രങ്ങൾ കൊടുക്കുന്ന അഭിമുഖങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ കൊടുക്കുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടം ദൃശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നിങ്ങളുടെ മുൻപിൽ വെച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയണമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തെറ്റ് പറയുകയാണെങ്കിലും അത് അങ്ങനെ ഇതിനകത്തുകൂടി പിന്നെ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളോട് എതിർപ്പായിട്ടുള്ള കാര്യങ്ങൾ വെട്ടിക്കളയാം, അത് വേറെ കാര്യം. വളച്ചൊടിക്കാനൊക്കില്ല ആർക്കും. കാരണം ഇതിപ്പോൾ തന്നെ കഴിഞ്ഞ ഒരു ഇതിൽ അതേ ഇതിൽ തന്നെയാണ് ദാനേ ദാനേ പേ ലിഖേ ഹേ ഖാനേ വാലെ കാ നാം എന്ന് എഴുതി. അതിൽ ദാനേ ദാനേ സേ ലിഖേ ഹേ എന്നാണ് മാറ്റിയിരിക്കുന്നത്. അതുപോലെ ചില രാഗങ്ങളുടെ പേര്, ചിലപ്പോൾ പറയുന്ന രീതികൾ. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടിയെ ഒരു ഡൽഹിയിൽ നിന്ന് വന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തി. അത് ഫ്രസ്ട്രേറ്റഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തത്. ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രസ്ട്രേഷനെ പറ്റി അങ്ങനെ ഒരു ചിന്തയില്ല. കാരണം ഞാൻ ഒരു ഏറ്റവും സന്തോഷിക്കുന്നവനാണ്. കാരണം ഈ ജഗദീശ്വരൻ എനിക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് എനിക്ക് നന്ദി പറയാൻ പോലും എനിക്ക് സമയമില്ല. അത്രയ്ക്ക് എന്നെ കടാക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഫ്രസ്ട്രേറ്റഡ് എന്നുള്ള എൻ്റെ ഡിക്ഷണറിയിൽ അത് വരാനേ പാടില്ല. അല്ല, ഈ അതെ, എന്താന്ന് വെച്ചാൽ ഈ സൂർദാസ് എഴുതിയിട്ടുള്ള ഒരു വലിയ ഇതാണ് അത്. ദാനേ ദാനേ പേ ലിഖേ ഹേ ഖാനേ വാലേ കാ നാം. അതായത് ഓരോ ധാന്യത്തിലും അത് തന്നെ വലിയൊരു തത്വമാണ്. ഓരോ ധാന്യത്തിലും ഒരു മനുഷ്യൻ്റെ ആ കഴിക്കുന്നവൻ്റെ പേര് അതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന്. അതേസമയം അത് ഞാൻ വെറുതെ ഇങ്ങനെ ഗാനേ ഗാനേ പേ ലിഖേ ഹേ ഗാനേ വാലേ കാ നാം എന്നാക്കിയത്. അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ വെച്ച് പല ആളുകളും എന്നോട് പറയാം, ദാസേട്ട ഈ പാട്ട് ദാസേട്ടൻ പാടിയിരുന്നെങ്കിൽ. ഞാൻ പറയാം അത് ശരിയല്ല, അത് പാടേണ്ട ആളുടെ ഇത് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് ആരാണത് പാടേണ്ടതെന്നുള്ളത്. അതിൽ സന്തോഷിക്കാം നമ്മൾ. അത് അദ്ദേഹം നന്നായിട്ട് പാടി, അത് നന്നായി പാടിയില്ലെങ്കിൽ അത് നമ്മുടെ കാര്യമല്ല. നമ്മളിലുള്ള കുറവുകൾ, നമ്മളുടെ കുറ്റങ്ങൾ എന്തെല്ലാമാണ് അത് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. അല്ലാതെ അത് മറ്റേത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. കഴിയുന്നതും അവർ ചെയ്ത് തെറ്റാണെന്ന് പറയാതിരിക്കുന്നത് നല്ലത്. ദാസേട്ടൻ്റെ ഈശ്വര സങ്കല്പം എന്താ? ഒരുപാട് ഭയങ്കര ഈശ്വര വിശ്വാസിയായിട്ടില്ല അങ്ങ്. ഈശ്വരൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞത് ഞാനെനിക്കത് പറഞ്ഞറിയിക്കാനൊക്കില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം സർവ്വതും സർവ്വവ്യാപിയാണ്. ഇതെല്ലാം നല്ല തത്വങ്ങളൊക്കെ ഒരുപാട് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ തമിഴിലൊരു ചൊല്ലുണ്ട്, കണ്ടവൻ വിണ്ടതില്ലേ വിണ്ടവൻ കണ്ടതില്ല എന്ന്. കണ്ടവർ അവനെപ്പറ്റി പറഞ്ഞിട്ടില്ല, പിന്നെ പറയുന്നവർ കണ്ടിട്ടുമില്ലെന്ന്. അപ്പം പിന്നെ എനിക്ക് പറയാനൊക്കെ ഞാൻ കണ്ടിട്ടുമില്ല, ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞിട്ടുമില്ല. അറിയണമെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഒന്നും വാക്കുകളുണ്ടാവില്ല. ദാസൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇപ്പോൾ ഈ ഓരോ ഗാനത്തിലും അത് പാടേണ്ട ആളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം പൂർവ്വനിശ്ചിതമെങ്കിൽ പിന്നെ ആത്മവിശ്വാസം, ആത്മാർപ്പണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതൊരു ചെറിയ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. മുൻപ് ഒരു 10 വർഷം മുൻപ് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ ടെക്നോളജി വന്നിട്ടില്ല. അന്ന് എനിക്കത് പറയാൻ ഏതൊരു മീഡിയ വെച്ച് പറയാമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വീഡിയോ, TV, അപ്പോൾ ആ കാസറ്റില്ലേ, ആ കാസറ്റിൽ ഒരു പടം ഒരു ഡയറക്ടർ എടുത്തെല്ലാം വർക്ക് ചെയ്ത് അതിനകത്തോട്ട് സർവ്വതും കയറ്റി ഇനി ഒന്നും ബാക്കിയില്ല, റിലീസ് ചെയ്യണം. പക്ഷെ പടം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ പറ്റി ചിന്തിക്കുക. ഓരോ സീനുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതിലെല്ലാം ഉണ്ട്. നമ്മൾ അറിയാത്തത് എന്താണെന്ന് വെച്ചാൽ അടുത്ത് എന്താണ് സീൻ എന്ന് അറിയാത്തവനാണ് ഈ കാണുന്നവൻ. അതാണ് നമ്മുടെ ഗതി. പക്ഷെ അതിലെല്ലാം ഉണ്ട്. നമുക്കറിയാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുമെന്നുള്ളത്. അതെല്ലാം നടന്നിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ എന്നോട് പലപ്പോഴും ചോദിച്ചാൽ അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കാനൊക്കില്ല, അനങ്ങാതിരിക്കാനൊക്കെയല്ലോ, എന്നാൽ പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ എന്നൊക്കെ ചില ആളുകൾ എന്നോട് വാദിച്ചിട്ടുണ്ട്. പക്ഷെ അനങ്ങാതിരിക്കില്ല, നിങ്ങൾ അനങ്ങിയിരിക്കും. ആ സമയത്ത് നിങ്ങൾ അതിന് ചെയ്യേണ്ടത് ചെയ്തിരിക്കും. അതെ, അവിടെയാണ് നമുക്കറിയാത്തൊരു സംഭവം. അത് അറിഞ്ഞു പോയാലും വലിയ തെറ്റാണ്. അതേസമയം ഞാൻ നാളെ കാലത്തെ ഉപദ്രവിക്കുമെന്ന് അറിഞ്ഞിരുന്ന ഇന്ന് ഈ ഇൻ്റർവ്യൂ നടക്കൂ? ഞാനില്ല, എന്നെ നാളെ ഉപദ്രവിക്കാൻ വരുന്ന ആളുമായിട്ട് ഇരിക്കാനൊക്കില്ല. അപ്പം ദൈവം തന്ന ഏറ്റവും വലിയൊരു
അനുഗ്രഹമാണ്. എന്താ അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരറിവ് എല്ലാവർക്കും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഉണ്ട്, ഇന്നതുണ്ടല്ലോ, അടുത്ത സംഭവിക്കുമെന്നുള്ളത് ശരിയാണ്. പിന്നെ പ്രാർത്ഥന കൊണ്ടൊക്കെ മാറും എന്നൊക്കെ നമ്മൾ പറയും. തീർച്ചയായിട്ടും മാറും. അപ്പോൾ പ്രാർത്ഥിക്കും. ചിലപ്പോൾ പ്രാർത്ഥനയിൽ നമുക്ക് ആ പ്രാർത്ഥിക്കുന്നതിലുള്ള ദോഷങ്ങളും അതിനകത്തുള്ള കുറവുകളും കൊണ്ട് അതിൻ്റെ ഫലം കിട്ടിയില്ലെന്ന് വരും. ഇതൊക്കെ ഒന്ന് അത് കൂടുതലങ്ങോട്ട് അതിനകത്തിട്ട് പോകാതിരിക്കുക നല്ലത്. ലളിതാസേൻ്റെ എല്ലാ ഇൻ്റർവ്യൂസിനും കാണാറുള്ള ഒരു കാര്യമാണ്, എപ്പോൾ സംസാരിക്കുമ്പോഴും ഒരു ഗുരുപൂർണിമ, ഗുരുക്കന്മാരോടുള്ള. ഇപ്പം ദാസേറിൻ്റെ ഗുരുവായ ചെമ്പൈ സ്വാമി, അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കഥകളി പദങ്ങളും നാരായണ ശ്ലോകങ്ങളൊക്കെ കച്ചേരികളിൽ ആദ്യമായിട്ട് അദ്ദേഹമാണല്ലോ കൊണ്ടുവന്നത്. മാറ്റങ്ങൾക്ക് ദാസേട്ടൻ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള തൃഷ്ണ എത്രത്തോളമായിരുന്നു ദാസേട്ടൻ? ചിലപ്പോൾ ഇതൊരു വലിയൊരു രഹസ്യമായിരുന്നു, അത് ഞാനും അറിഞ്ഞിരുന്നില്ല. ഒരു കാര്യമുണ്ട്, അത് തുറന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. കാരണം ഇപ്പോൾ ഈ മതം, ജാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഇത് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ വിഷമിക്കുന്നവരൊക്കെ വിഷമിച്ചോട്ടെ എന്നും കുറച്ച് തോന്നാറുണ്ട്. കാരണം അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകണമെങ്കിൽ അതിനാണ് കൂടുതൽ വില ഞാൻ കൽപ്പിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു ബ്രാഹ്മണനാണെങ്കിലും ബ്രാഹ്മണ ജാതിയിൽ അവിടെയും വ്യത്യാസമുണ്ട്. അതായത് അവരുടെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് പൂജ ചെയ്യുന്ന ഒരു കൂട്ടത്തിലെ ആളുകളായിട്ടാണ് വെച്ചിരിക്കുന്നത്. അവർ വേറൊരു നിലയിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പാലക്കാട് അദ്ദേഹം സംഗീതം അഭ്യസിച്ച് അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതിന് ശേഷം സംഗീതം അഭ്യസിക്കാൻ ചെന്ന് സംഗീതമൊക്കെ അഭ്യസിച്ച് കഴിഞ്ഞ് ഒരു കച്ചേരി ചെയ്തപ്പോൾ അവിടെയുള്ള എല്ലാ ബ്രാഹ്മൺസും എണീറ്റ് പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ ഹൃദയത്തിൽ അന്ന് വേദനിച്ചതിൻ്റെ ആയിരിക്കണം എന്നെ പോലുള്ള ഒരു ക്രിസ്ത്യാനിയെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരുത്ത് പാടിക്കാൻ ഇടയായത്. അപ്പോൾ എന്ന് ആലോചിച്ച് നോക്കി, നേരത്തെ ആ ടേപ്പിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഇതിനൊരു ഉദ്ദേശക്കാരനുണ്ട്. അദ്ദേഹം എന്തെല്ലാം പ്ലാനുകൾ എന്ന് മുതൽ കൊണ്ട് ഇടുന്നു എന്നുള്ളതൊന്നും ഓർത്തോണം. ഇല്ല, ഞാനിപ്പോൾ ഞാനൊരു ക്രിസ്തീയ സമുദായത്തിൽ പോയി ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പട്ടരുടെ വീട്ടിലോ ഒരു അയ്യങ്കാരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ഖാൻ സാഹിബിൻ്റെ വീട്ടിലോ അജ്മീറിലോ അവിടെ എവിടെയെങ്കിലും ജനിച്ചാൽ മതിയല്ലോ. എന്തിനു വേണ്ടി എനിക്ക് അങ്ങനെ? അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച് അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് അതിനെ ബഹുമാനിക്കുകയും അച്ഛനപ്പോൾ നാടകത്തിലൊക്കെ പോയി അവിടുത്തെ ആളുകളുമായിട്ടുള്ള പരിചയത്തിൽ ഇതൊന്നുമല്ല, ഇതിനേക്കാളും ഉപരിയായിട്ട് സ്നേഹമാണ് മനുഷ്യൻ്റെ എന്നുള്ളത് മനസ്സിലാക്കി ഞങ്ങൾക്കത് ആ രക്തത്തിലോട്ട് തരികയും അതിനുള്ള അനുഭവങ്ങൾ ഞങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ പാട്ടൊക്കെ പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടി വന്ന് ഇങ്ങനെ എന്തെല്ലാം മുള്ളുകളൊക്കെ ചവിട്ടിയാണ് ഞാൻ മുൻപോട്ട് വന്നത്. പഠിക്കാനുള്ള വിഷമതകൾ, അന്ന് അവരോടൊന്നും വൈരാഗ്യമില്ല, അവരൊക്കെ ആവശ്യക്കാരായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ അന്ന് ഉപദ്രവിച്ചു എന്ന് നമുക്ക് തോന്നുന്നവരൊക്കെ അതൊരു ആവശ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അവരൊക്കെ കർമ്മഗുരുക്കളാണ്, കാരണഗുരുക്കളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരൊക്കെ ഗുരുക്കന്മാരാണ് നമ്മുടെ. അവരില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാനില്ല. എനിക്കപ്പോൾ വൈരാഗ്യം, എനിക്ക് നല്ല വൈരാഗ്യം, ഇത് ചെയ്യണം, ഇതിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം. എത്രയോ ദിവസങ്ങൾ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, നല്ലൊരു ഭക്ഷണം കഴിക്കാണ്ട് നടന്നിട്ടുണ്ട്, എത്രയോ മൈലുകൾ നടന്നിട്ടുണ്ട്. ഇതൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല, അത് അറിയിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ അനുഭവിക്കേണ്ടത്. ഞാൻ നടന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ദുഃഖിച്ചിട്ട് നിങ്ങൾ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? ഞാൻ നടന്നു കഴിഞ്ഞ കാര്യമാണ്. അത് എന്നെ ഒരുപാട് എനിക്ക് ഉറപ്പുകൾ തന്നു എൻ്റെ ജീവിതത്തിൽ, ഒരുപാട് പാഠങ്ങൾ. അപ്പോൾ ഇതെല്ലാവർക്കും വരണമെന്നോ എന്നല്ല, പക്ഷെ അത് ഓർക്കണം നമ്മൾ. അതാണ് ഏറ്റവും മുഖ്യം, നമ്മൾ മറക്കാൻ പാടില്ല. ദാസേട്ടൻ്റെ ഈ വേഷം അതൊരു ശുഭ്രതയുടെ വേഷമായിട്ടാണ്, ഒരു എളിമയുടെ വേഷം? അങ്ങനെ ഒന്നും നമ്മൾ ഓർക്കണ്ട. ഞാൻ ഒരുപാട് അല്ലാത്ത ഉടുപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കഴിയുന്നത് നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ കൂടുതൽ നമ്പർ ഉടുപ്പുകളൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് വെള്ളം എന്നെ രക്ഷിച്ചിരുന്നു, എൻ്റെ മാനം കാത്തിരുന്നു. അപ്പോൾ അതിനോടൊരു ബഹുമാനമുണ്ട് ഒന്ന്. പിന്നെ ഇന്നിപ്പോൾ അതല്ല, എനിക്ക് 2 3 ഒന്നും അല്ല, ധാരാളം വസ്ത്രങ്ങളുണ്ട്. അതിനുണ്ടാക്കാനുള്ള ദൈവം അത്രയും കടാക്ഷിച്ചിട്ടുണ്ട്, അതിന് നന്ദി അദ്ദേഹത്തിനോടുണ്ട്. പക്ഷേ എന്നാലും ഇതിനോടുള്ള സുഖം എനിക്ക് എപ്പോഴും ഇത് കിട്ടുന്നൊരു സുഖം എനിക്ക് വേറെ ഒന്നിലും കിട്ടാറില്ല, വേറൊരു നിറത്തിനോട് തോന്നാറില്ല. ശരി. ദാസേട്ടൻ്റെ സ്വപ്നങ്ങൾ അപ്പം എങ്ങനെയൊക്കെയാണ്? കാണാറുണ്ട്. എന്നാലും നല്ല സ്വപ്നങ്ങളൊക്കെ കാണുന്ന സുഖം ഇപ്പുറത്ത് കിട്ടില്ല. അതൊക്കെ ഇതിനകത്തൊക്കെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മുടെ മെമ്മറിയിലൊക്കെ വരുന്ന നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അതിനോടുള്ള റിയാക്ഷൻസ് അതിൻ്റെയൊക്കെ ഇത് റീബൗണ്ട് ചെയ്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ചില ദിവസം നന്നായിരിക്കും, ചില ദിവസം. ഇന്നലെ ഉറങ്ങിയതേ അറിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പഴയ പാട്ടുകളൊക്കെ അങ്ങോട്ട് പാടി അതിൻ്റെ ഒരു സുഖം കഴിഞ്ഞിട്ട് ഇന്നലെ സ്വപ്നമേ കണ്ടില്ലെന്ന് പറയാം. അത്ര
അത്രയ്ക്ക് സുഖമായിരുന്നു. അപ്പോൾ അത് കേട്ടവർക്കും അതുപോലെ തന്നെ ആയിരിക്കണം. ഇന്നലെ ആരും സ്വപ്നം കണ്ട് കാണത്തില്ലെന്ന് തോന്നുന്നു. ഞാനൊരു ഭയങ്കര സ്വപ്നക്കാരനാണ്. വെറുതെ വണ്ടി ഇരുന്നാൽ പോലും കണ്ണടച്ചാൽ അപ്പോഴും എന്തെങ്കിലും ഒരു സ്വപ്നം കാണും. അപ്പോൾ ഇന്നലെ ഒരു ദുർസ്വപ്നമോ അല്ലെങ്കിൽ നല്ല സത്സ്വപ്നമോ ഒന്നും കണ്ടില്ല. സുഖനിദ്ര. ഈ സ്വപ്നങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ദാസേൻ്റെ സ്വപ്നങ്ങൾ പോലെ തന്നെ എല്ലാവരും ആരാധിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ആരാധിക്കുന്ന മറ്റു മനുഷ്യർ, പ്രത്യേകിച്ചും കുട്ടിക്കാലങ്ങളിൽ വളർന്നത്. ഇപ്പോൾ ഒരു കുട്ടി കേൾക്കുന്നത് ദാസേൻ്റെ സ്വരമാണ്. അന്ന് കേട്ട് വന്നിരുന്ന സ്വരങ്ങൾ, അന്നത്തെ ആരാധന. അന്ന് ഏറ്റവും എത്രയൊക്കെ ക്ലാസിക്കലൊക്കെ എൻ്റെ പിതാവ് എന്നോട് കമ്പൽഷനായിട്ട് തന്നെ ഒരുപാട്, പക്ഷേ എനിക്ക് അതിനകത്ത് കൂടുതൽ അതിനോട് ഇതൊക്കെ ഞാൻ ജന്മവാസന ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് കൂടുതൽ എൻ്റെ ഉദ്ദേശവും എൻ്റെ സ്വപ്നമൊക്കെ മുഹമ്മദ് റഫി സാഹിബിലായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ മാനസിക ഗുരു. അദ്ദേഹം പാടിയിരുന്ന പാട്ടുകൾ കൊച്ചിലേ മുതൽ കേൾക്കാനും പാടാനും ഒക്കെ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കോമ്പറ്റീഷൻസിനൊക്കെ പാടുന്നത് ഇൻസാഫ് ക മന്ദിർ ഹൈ, അല്ലെങ്കിൽ ഭഗവാൻ, പിന്നെ അങ്ങനെയുള്ള പാട്ടുകൾ. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ഏത് ഘടകമാണ്? അത് ഘടകം എന്ന് പറയുന്നത് അതൊരു പൂർണ്ണമായിരുന്നു ഏകദേശം എന്നെ സംബന്ധിച്ച്. അതുപോലത്തെ ഒരു ഗായകനെ ഇനി നമുക്ക് കിട്ടത്തില്ല. ഈ റാഫി സാഹിബിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ദക്ഷിണേന്ത്യയിലുള്ള, നോർത്ത് ഇന്ത്യയിലുള്ള ദാസേൻ്റെ ഏകദേശം എല്ലാ പാട്ടുകളും തന്നെ ഹിറ്റായിരുന്നിട്ട് കൂടി നോർത്ത് ഇന്ത്യൻ ടാബ്ലോയിഡുകളെല്ലാം ചേർന്നൊരു ഉപജാപം നടത്തി എന്നൊക്കെയാണ് കേട്ടറിവ്. അതൊന്നുമില്ല. ഇല്ല. അതിനകത്ത് ഒരു ചെറിയ ഒരു എൻ്റെ തെറ്റാണോ ശരിയാണോ എന്ന് പറയാനൊക്കെ ഇല്ല, ചിലപ്പോൾ തെറ്റായിരിക്കാം. എൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക സങ്കുചിത മനസ്ഥിതി ആയിരിക്കാം അതിനെ എന്നെ അങ്ങനെ ആക്കി തീർത്തത്. ഞാൻ അവിടെ എന്നെ വളരെ റിസീവ് ചെയ്ത സമയത്താണ് ഞാനിവിടെ ഈ സ്റ്റുഡിയോ ഇവിടെ ഉണ്ടാക്കിയത്. എൻ്റെ നാട്ടിലൊരു സ്ഥാപനം ഉണ്ടാകണമെന്ന്. അന്ന് ഇവിടെ ഒരു വയലിൻ കിട്ടാൻ വിഷമം. അതിനുവേണ്ടി ഒരു സ്കൂൾ ആരംഭിച്ചു. അതിനുശേഷം ഒരുപാട് കുട്ടികൾ പഠിക്കുകയും അവിടെ നിന്ന് വരികയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഈ സ്റ്റുഡിയോയിൽ വായിക്കാൻ തന്നെ ആളെ കിട്ടിയത്. അതിനു മുൻപ് ഞങ്ങൾ എറണാകുളത്തു നിന്നോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നോ ഒക്കെ കൊണ്ടുവരുന്ന ആളുകളൊക്കെ. അത്രയ്ക്ക് കഷ്ടമായിരുന്നു. ഇതെല്ലാം പറഞ്ഞപ്പോഴും അന്ന് എല്ലാവരും എന്നെ ഉപദേശിച്ചു. കാരണം ഇതിൻ്റെ ആവശ്യമില്ല, ഇതുകൊണ്ട് നടക്കില്ല. മ്യൂസിക് ഡയറക്ടേഴ്സ് വരെ ഇന്നിപ്പോൾ പല ആളിലും ഇവിടെ തിരുവനന്തപുരത്ത് നടക്കും എന്ന് ധൈര്യമായിട്ട് പറയുന്നതിന് മുൻപുള്ള ആ പറഞ്ഞ ആളുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അവർ പോലും ഇതിനെ നിരുത്സാഹപ്പെടുത്തിയായിരുന്നു. എന്നിട്ടും അത് വെച്ചിട്ട് അതപ്പോൾ ചെയ്തതോടെ എനിക്കെന്ത് പറ്റി, ഞാൻ ബോംബെയിലില്ല, ഞാൻ അവൈലബിൾ അല്ല എന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞു. അത് സത്യമാണ്. കാരണം അവർക്ക് പെട്ടെന്നൊരു പാട്ട് എടുക്കണമെന്ന് പറയുമ്പോൾ അവർ അത്രയ്ക്ക് അങ്ങോട്ട് കാത്തിരിക്കില്ല. അത് അവർക്ക് ഉടനെ കിട്ടണം. അതിപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടെ ഇല്ല, വരുത്തി ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ഓർക്കസ്ട്ര ഉണ്ടായില്ലെന്ന് വരും, സ്റ്റുഡിയോ ഉണ്ടായില്ലെന്ന് വരും. അപ്പോൾ അതൊക്കെ ഒരു വിഷമമായിപ്പോൾ അങ്ങനെ അത് അങ്ങനെ പോയതാണ്. അല്ലാതെ ഒറ്റ തരത്തിലും ഇന്നും എന്നെ വളരെ റിസീവ് ചെയ്യുന്നുണ്ട് അവർ. എന്തുകൊണ്ട് ഉള്ളിൽ ഇല്ല അതിനെപ്പറ്റി എനിക്ക് പറയാനൊക്കില്ല, എനിക്ക് സ്കാൻ ചെയ്യാനൊന്നുള്ള കഴിവില്ല. പക്ഷേ ദാസി എന്തുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കുന്നില്ല, എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല എന്ന് ഇപ്പോഴും പോയപ്പോഴും ഈ 60ാമത്തെ വയസ്സിലും നമ്മളോട് പറയുന്നുണ്ട്. എന്താണോ ഉദ്ദേശം അറിയില്ല. ഈ ദാസേട്ടൻ ഒരു സംഗീത സംവിധായകൻ സംവിധാനം ചെയ്ത പാട്ടുകളിൽ വരികളിലൊക്കെ മനോധർമ്മം ഉപയോഗിക്കാറുണ്ടോ? ചില ആളുകൾക്ക് അതിനുള്ള സന്തോഷമായിട്ട് അവർ അനുവദിക്കും. ചില ആളുകൾക്ക് കുറച്ചൊരു സങ്കുചിത മനസ്ഥിതിയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചിലപ്പോൾ അവരുടെ ആ കുഴലിൽ കൂടി കടക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ കുറച്ച് നമ്മൾ കഷ്ടപ്പെടണം. കാരണം ആ കുഴലിന് അതിന് ചിലപ്പോൾ വീതിയില്ലാത്ത കുഴലായിരിക്കും, അല്ലെങ്കിൽ ഒരു വട്ടം ഇല്ലാത്തതായിരിക്കും. അതിനകത്തുകൂടി കയറി വരണ്ടേ, സ്വയം പാകപ്പെടുത്തി വരേണ്ടി വരും. അതിനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്താറുണ്ട്. കാരണം അവർക്ക് അതായിരിക്കും ആവശ്യം. ചിലവർ വരുമ്പോൾ തന്നെ ഇപ്പോഴൊക്കെ നശിട്ട കൂടുതൽ സംഗതികൾ വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്തെങ്കിലും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് കൂടുതൽ ഇത് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഇന്നതാണ് വേണ്ടത്, ദൈവാനുഗ്രഹിച്ചിട്ട് ഇന്നലെ വരെ അല്ല ഇന്ന് ഈ നിമിഷം വരെ ഒരു സംഗതി ഒരാൾ പറഞ്ഞാൽ അത് വേണ്ടെങ്കിൽ ദാസേട്ടൻ വേണമെങ്കിൽ മാറ്റിത്തരാം എന്നാരും ഇതേവരെ പറഞ്ഞിട്ടില്ല. അതായത് ആ സംഗതി പാടാനൊക്കാതെ അത് ഇതേവരെ ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെന്ന് വരുന്നെന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് അവരോട് നമോഭാഗം പറയാം. അതുകൊണ്ട് നമുക്ക് അവർ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്നുള്ളതും പാടിക്കൊടുക്കാനൊക്കെ. അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. അത് പറയുമ്പോൾ തന്നെ ഈ ലളിത ഗാനങ്ങൾ ദാസേൻ്റെ ആ ഒരു 80s-ലൊക്കെയുള്ള ഇപ്പോൾ കാർത്തിക താരമിറങ്ങി, മാമാങ്കം, വലംപിരിശെങ്കിൽ, അത്തരം ഗാനങ്ങളുടെ വശീകരണ ശക്തി ഇന്നത്തെ ലളിത ഗാനങ്ങൾക്ക് നഷ്ടപ്പെടുന്നു.
അതിന് ഇപ്പോൾ എന്നോട് ചോദിക്കുകയും എന്താ ഇങ്ങനെ സംഗീതത്തിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടെന്ന്. ഈ പറഞ്ഞ ദക്ഷിണാമൂർത്തി സ്വാമിയും ദേവരാജ മാസ്റ്ററും രാഘവ മാസ്റ്ററും അർജുനനും രവീന്ദ്രനും ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. ഇതാരാ വിളിക്കാത്തത്? ആവശ്യമുള്ളവർ വിളിക്കും. ആവശ്യമില്ല, അവർക്ക് അങ്ങനെയുള്ള വസ്തുക്കൾ വേണ്ട. അവർ ചിലപ്പോൾ ഉണ്ടാക്കുന്നത് നല്ല നല്ല വസ്തുക്കളായിരിക്കാം, ഇപ്പോൾ ഉണ്ടാക്കുന്നവർ നല്ല വസ്തുക്കളല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ ഇപ്പോൾ ചോദിച്ചതിന് മറുപടിയാണ്. അപ്പോൾ ഇപ്പോഴുണ്ടാകുന്ന പാട്ടുകൾ നിങ്ങൾക്ക് തൃപ്തിയില്ലാത്തതുകൊണ്ട് ഇത് നിങ്ങളുടെ ഇൻഡിവിജ്വലായിട്ടാണോ അത് മൊത്തത്തിലുള്ള ഒരു ഇതാണോ? അല്ല, ഇത് അങ്ങയുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആ ഇൻഡിവിജ്വലായിട്ടുള്ള എൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, അങ്ങക്ക് ഇഷ്ടമല്ല ഇപ്പോഴുള്ള പാട്ടുകൾ എന്നല്ല അതിൻ്റെ തെളിവ്. അല്ല, പറയാനൊക്കില്ല. അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ഒരു പബ്ലിക്കിന്റെ ഒരാളായി കഴിയുമ്പോൾ പബ്ലിക്കിന് കുറച്ച് നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ട്രെൻഡില് നമ്മുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള രീതികൾ പോലും മാറ്റപ്പെട്ട് ട്രഡീഷണൽ വിധങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അതിനെ ഇപ്പോഴത്തെ മോഡേണൈസ് ചെയ്ത് റിതമും അതും ഇതും എല്ലാം കൂടി കൂടുതൽ ഇട്ടിട്ട് നമ്മുടെ ശബ്ദങ്ങൾ പോലും കേൾക്കാത്ത രീതിയിലാണ് ഇപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് പോലും. അപ്പോൾ അതിപ്പോൾ ഞാൻ എത്രത്തോളം അതിനോട് ഒതുങ്ങാനൊക്കെ എനിക്ക് പറ്റില്ല, എനിക്ക് പാടാനൊക്കില്ല ഇങ്ങനെയുള്ള പാട്ടുകളെന്ന് പറയാമെന്നല്ലാതെ അതിനെ ഒന്ന് മാറ്റി ഈ സിറ്റുവേഷനിൽ എനിക്ക് അത് വേണം. ഒരു പ്രേമ സീനിൽ ഒരു 50 പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ഡാൻസ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ പ്രേമ സീൻ. അന്ന് നസീർ സാറും ഷീലയും കൂടി പാടുന്നതോ അല്ലെങ്കിൽ അതല്ല ഇപ്പോൾ. അത് തന്നെ അന്ന് കുറ്റമായിട്ട് പറയുന്നവരുണ്ടായിരുന്നു, ഇതെന്താ ഈ മരം ചുറ്റി പാടുന്നതെന്ന്. അത് വേറൊരു കാലം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 50 പെണ്ണുങ്ങളില്ലാണ്ട് ഇവർക്ക് ലവ് സീൻ നടത്താൻ ഒക്കില്ല. അത് തന്നെ എന്തോ ഒരു എന്താ പറയുക വർക്കൗട്ടാണ്. ആ വർക്കൗട്ടിനനുസരിച്ച് ഉള്ള പാട്ട് മാണിക്യ വീണയിൽ വർക്കൗട്ട് ചെയ്യാൻ ഒക്കില്ല, അല്ലെങ്കിൽ പാരിജാതത്തിൽ വർക്കൗട്ട് ചെയ്യാൻ ഒക്കില്ല. അപ്പം അതിനനുസരിച്ച് പാട്ടുണ്ടാക്കിയാലേ അവർക്ക് അത് ചെയ്യാനൊക്കെ ഉള്ളൂ. അത് ചെയ്യണമെങ്കിൽ അത് കണ്ട് രസിക്കാനുള്ള ആളുകളാണ് ഇപ്പോഴുള്ളത്. അങ്ങനെയുള്ളവർക്ക് പറ്റിയത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൊടുക്കാൻ പറ്റാത്തവരെ മാറ്റി അങ്ങ് നിർത്തും. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ബഹുമാന്യരായ ദേവരാജൻ മാഷും ദക്ഷിണാമൂർത്തി സ്വാമിയും ഇങ്ങനെയുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ട് നമുക്കുള്ളവരുണ്ട്, ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട്. അവരത് ചെയ്യില്ല. ഇപ്പം മാഷോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കുട്ടികളുണ്ടോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയും അല്ലേ. അത് ഞാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടല്ല, ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടുകൊണ്ടാണ് അത് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു രീതിയുണ്ട്, പാട്ട് പോലും കേൾപ്പിക്കത്തില്ല. എന്തുകൊണ്ട്? ഇത്രയും പാട്ടുകൾ ആ സീനിന് അനുസരിച്ച വിധത്തിൽ യോജിച്ചു. അദ്ദേഹത്തിൻ്റെ കഴിവാണത്. അദ്ദേഹത്തിന് അറിയാം എവിടെ കൊടുക്കണം. അത് കമ്പോസ് ചെയ്തോ, ഇന്ന് കമ്പോസ് ചെയ്തിട്ടില്ല, ആയിട്ടില്ല, 2 ദിവസം കഴിയട്ടെ എന്നൊക്കെ പറയും. അത് എന്തിനാന്ന് വെച്ചാൽ വെറുതെ ഓടിച്ചിട്ടല്ല അദ്ദേഹം അതിനെപ്പറ്റി ആ സാഹിത്യം എവിടെ നിൽക്കണു, ഇതെന്താണ് സിറ്റുവേഷൻ, ഏത് തരത്തിലായിരിക്കും അത് വിഷ്വലൈസ് ചെയ്ത് അകത്ത് ഈ പടം പിടിപ്പുകാരൻ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അതിൻ്റെ മനസ്സിനകത്ത് ഉണ്ടാക്കി ഇതിന് ട്യൂൺ ഉണ്ടാക്കുകയാണ്. അല്ലാണ്ട് ഇന്നത്തെ പോലെ അല്ല ഒരു ചെറിയ ഭാഗം റെക്കോർഡ് ചെയ്ത് അടുത്ത ദിവസം അനുപല്ലവി വന്നുകൊണ്ടിരിക്കുകയാണ് ഫാക്സിൽ, ചരണം നാളെ എഴുതിക്കൊണ്ടിരിക്കും. ഇതൊന്നും അല്ല. ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ പ്രാവശ്യം വയലാറ് ഒരു കോപ്പി എടുത്തിട്ട്, അതായത് ഇതിൻ്റെ പകർപ്പ് ഇങ്ങനെ ഒരു പാട്ട് എഴുതി കഴിഞ്ഞ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ട് എത്രയോ പേപ്പറുകൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാം? ശുദ്ധമായിട്ട് അക്ഷരം തെളിയത്തക്ക, അതായത് ഒരു അക്ഷര പെശകുണ്ടെങ്കിൽ ആ പേപ്പർ എടുത്ത് കളയും എഴുതിക്കൊണ്ടിരിക്കുന്നതിന്. അത്രയ്ക്ക് കൃത്യമായിരുന്നു. അതിന് സമയമെടുക്കുമായിരുന്നു. അദ്ദേഹം മതിലിനോട് ചേർന്ന് കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. എന്തെന്നറിയോ? അതിലങ്ങോട്ട് കോൺസെൻട്രേഷൻ അങ്ങോട്ട് വന്നിട്ട് മതിലും അദ്ദേഹമായിട്ട് വ്യത്യാസമില്ലാത്തതുപോലെ അങ്ങനെ. അപ്പോൾ ഞാൻ ചോദിച്ചു, വല്ലാതെ എന്താ അതേ ഇങ്ങനെ കിടക്കുക നോക്കിയാ, അല്ലാണ്ട് മറ്റൊന്നുമല്ല. ആ പാട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇല്ലാതാകുകയാണ് താൻ. അപ്പോൾ അത്രയും ചിന്തിച്ച് സമയം എടുത്ത് ചെയ്തിരുന്നു. ഞങ്ങളോ ഒരു പാട്ട് റിഹേഴ്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് പാട്ട് റിഹേഴ്സൽ ചെയ്യാം 2, 3, 4 ദിവസമൊക്കെ. അതങ്ങോട്ട് പിന്നെ ഉറക്കത്തിലും ഊണിലും അത് വന്നുകൊണ്ടിരിക്കുക. അല്ലാതെ ഇപ്പോഴും ഒരു പല്ലവി കഴിഞ്ഞ്. അപ്പോൾ ടെക്നിക്കലി അങ്ങനെ കുറച്ച് ആവശ്യമാണ്, വേറെ വഴിയില്ല. ഈ അടുത്ത നിമിഷം ഷൂട്ടിംഗ് ആണേ, ഇതുമായിട്ട് ഓടുക വേറൊരാള് പ്ലെയിനിൽ. അപ്പോൾ അത് ആ സമയം അതിനിപ്പോൾ നമ്മൾ പറ്റില്ല, എനിക്ക് ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരും, നടക്കാറുണ്ട്. ഞാൻ പറയാം അങ്ങനെ ധൃതിപ്പെട്ടാൽ നടക്കില്ല. എനിക്ക് എത്രയോ ദിവസം മുൻപേ ഉണ്ടായിരുന്നു, 2 ദിവസം മുൻപ് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ അതനുസരിച്ചിട്ട് നിൽക്കായിരുന്നല്ലോ എന്ന് പറയാറുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് ഒക്കുമോ? ഒക്കില്ല. ഇതൊക്കെയാണെങ്കിലും ഇപ്പോഴും അടുത്ത കാലത്തെ ഹിറ്റുകൾ നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഹരിമുരളീരവം, ഏതോ നിദ്രിതൻ, മിഴിയറിയാതെ എല്ലാം നല്ല ഈ മെലോഡിയസ് ആയിട്ടുള്ള ഈ ബഹളങ്ങൾക്കിടയിലും ഇത്തരം പാട്ടുകൾ തന്നെയാണ് ഹിറ്റാവുന്നത്.
ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. അതെ, ശരിയാണ്. അപ്പോൾ ആ ഒരു ഇത്രയും നമ്മൾ ഈ ഒരു ശബ്ദത്തിൻ്റെ ഘോഷമയം എന്ന് അതിലേക്കൊക്കെ പോകുന്നതിനേക്കാളും ഇപ്പോഴും മെലഡി ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ എന്നല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നലത്തെ പ്രോഗ്രാം തന്നെ അത് തന്നെയായിരുന്നു. പഴയ പാട്ടുകളൊക്കെ പാടിപ്പോൾ നമുക്കും അത് തന്നെ, കേട്ടവർക്കും അത് തന്നെ. ചലനം, പിന്നെ എന്താ വേദന, ഇതൊന്നും സ്റ്റേജിൽ സാധാരണ പാടിയാൽ ഏൽക്കുന്നതല്ല. അത്ര ജനങ്ങൾ അതുപോലെ കേൾക്കുന്നവർക്കും അത് റിസീവ് ചെയ്തുകൊണ്ടാണ് അത് അത്രയും നന്നായത്. ആ ചില പാട്ടുകളൊക്കെ എന്താണ് നമുക്ക് വല്ലാതെ ഇത് ചെയ്തു, ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്തിട്ടില്ല പിന്നെ എന്താ പാട്ടിന്റെ ഗുണം? വേറൊരു കാര്യം, ഈ തമിഴിലേക്ക് ഒന്ന് ഓർത്തോളണം, ഈ പാട്ടുകളൊക്കെ ഞങ്ങൾ ഒറ്റ ടേക്കിന് ഓക്കെ ആക്കുകയല്ല, ഒരു ഫുൾ ടേക്ക് പാടണം. ഒരു ഫ്ലൂട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു തബലിസ്റ്റോ തെറ്റിച്ചാൽ പിന്നെയും പാടണം. 10-12 പ്രാവശ്യമൊക്കെ പാടിയ പാട്ടുകളുണ്ട്. അപ്പോഴതങ്ങോട്ട് പെർഫെക്റ്റ് ആവുകയാണ്. പെർഫെക്ഷൻ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, ടെക്നിക്കലി വി ക്യാൻ ഡു ഇറ്റ്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇതിനകത്തൊരു വല്ലാത്തൊരു ബന്ധമുണ്ട്. ഇപ്പോൾ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് വരുന്ന വയലിനിസ്റ്റോ അല്ലെങ്കിൽ തബലിസ്റ്റോ അല്ലെങ്കിൽ മറ്റ് ഫ്ലൂട്ടുകളോ ഒക്കെ ചിലപ്പോൾ എൻ്റെ ആ പാട്ടിന് ഇന്ന സ്ഥലത്ത് കുറച്ചൊന്ന് ഇങ്ങനെ സ്ലോ ചെയ്ത് പോകണം എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ അവരും വരും, എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. ഇതിപ്പോൾ അതല്ല, ടിങ്കി 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 എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോയി. പിന്നെ അതിൻ്റെ പുറത്താണ് ഞാൻ എൻ്റെ ആഗ്രഹം ചെലുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവൻ എന്നെ വിടത്തില്ല, അവനാ കൃത്യമായിട്ടങ്ങ് മെഷീനായിട്ടങ്ങ് പോയി. അപ്പോൾ അവിടെ ഒരു ബന്ധം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കുറച്ചൊന്നിങ്ങനെ പോകുമ്പോൾ നമ്മുടെ കൂടെ വരണം. ഈ തെന്നിന്ത്യയിലെല്ലാം തന്നെ വളരെയധികം ഒരു പ്രകമ്പനം സൃഷ്ടിച്ചൊരു പാട്ടായിരുന്നല്ലോ ശങ്കരാഭരണം. പ്രകമ്പനം എന്ന് വെച്ചാൽ ഏറ്റവും അധികം ആളുകൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ ഒരു റിലീസ് ചെയ്ത കാലഘട്ടത്തിൽ അത് അതിൻ്റെ ക്ലാസിക്കൽ ടച്ചിനെ പറ്റിയോ ചില ഇപ്പോഴും പറയാം. കാരണം അന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഇതിപ്പോൾ അതിന് കാലഹരണപ്പെട്ടു എന്ന് പറയാം. പടം കാലഹരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേസ് ആരും എടുക്കൂല, സേഫാണ്. ഇപ്പം പറയാം. അതായത് അന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഇതേപോലെ തന്നെ ഒരു ശങ്കരാഭരണത്തെ പറ്റി അഭിപ്രായം ചോദിച്ചപ്പോൾ, കാരണം ഞാൻ പാടാത്തൊരു പടമാണ്, അത് സൂക്ഷിച്ചു വേണം അന്ന് പറയാൻ, പ്രത്യേകിച്ച് എനിക്കിഷ്ടമുള്ള ഒരു ഗായകനും SP. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ലോകത്ത് പ്രചരിച്ചിട്ടുള്ള എല്ലാ പ്രചാരവും തിരിച്ചു കൊണ്ടുവരാമെങ്കിൽ അതിനെപ്പറ്റി ഞാൻ എൻ്റെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. ഇന്നിപ്പോൾ അതല്ല. ശങ്കരാഭരണം ഇന്നും നല്ല പടമാണ്. എന്താണ് ആ ഡയറക്ടർ ചെയ്തത്? ഒരു ക്ലാസിക്കൽ സിംഗർ എന്ന് പറഞ്ഞാൽ കേരളത്തിലുണ്ടായിട്ടുള്ള അന്നത്തെ സിനിമയിൽ വന്നിട്ടുള്ള ഗാനങ്ങളുടെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് നത്തിങ്. ഒരു കച്ചേരിക്ക് ഒരാൾ കയറി രാഗം താനം ഇറ്റ് ഇസ് സിമ്പിൾ സോങ്, ഇറ്റ് ഇസ് നോട്ട് എ ക്ലാസിക്കൽ സോങ്. നമ്മുടെ മാണിക്യ വീണയ്ക്കോ ഒക്കെ ഇപ്പോൾ മാണിക്യ വീണ നല്ല ഗാനമാണ്, പക്ഷെ ഒരു ക്ലാസിക്കൽ അല്ല. അത് ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ സോങ്. അതിൻ്റെയൊക്കെ താഴെ കിടക്കുകയാണത്. രാഗം താനം പല്ലവി എന്നത്തോ എന്തോ അതിനകത്തിരിക്കുന്നു, ഒന്നുമില്ല. അതേസമയം സ്വപ്നങ്ങൾ അതിനു മുൻപേ നമ്മൾ അതിനേക്കാളും ടഫായിട്ടുള്ളൊക്കെ കേരളത്തിൽ ഇട്ട് കഴിഞ്ഞതാണ്. അപ്പം അതിൻ്റെ മുൻപിൽ ശങ്കരാഭരണം അവിടെ ക്രിയേറ്റ് ചെയ്തെന്നാണ്. അങ്ങേരെ അതിനെ ക്ലാസിക്കൽ ആണെന്നുള്ള ഒരു മൂടുപടം ഉണ്ടാക്കി അതിനെ അങ്ങോട്ട് ബിൽഡപ്പ് ചെയ്തു. ആ ബിൽഡപ്പിലാണ് അത് സംഗീതം. പിന്നെ ഒന്ന് വേറൊന്നുകൂടിയുണ്ട്. ഇത് ഓർക്കുമ്പോൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് കോൺട്രവേഴ്സ്യൽ ആക്കി ഞാനിപ്പോൾ പറഞ്ഞത് ഇഷ്ടപ്പെടില്ല ചില ആളുകൾക്ക്, പക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതാണ് ഇതിൻ്റെ സത്യം എന്ന് മനസ്സിലാക്കണമല്ലാണല്ലോ. ഒന്ന്, രാഗന്താനം പല്ലവി പാടുന്നവങ്ങൾക്ക് ദരിദ്രം എന്നൊരു ചൊല്ലുണ്ട് തമിഴ്നാട്ടിൽ. എന്താ ഇത്രയും നേരം എന്നോട് ചോദിച്ചു, ഞാൻ അങ്ങോട്ട് ഒന്ന് ചോദിച്ചപ്പോൾ ഇല്ലല്ലോ, ഞാൻ തന്നെ പറയാം. രാഗന്താനം പല്ലവി ശരിക്ക് പാടുന്ന ഒരു ശാസ്ത്രീയ ഗായകന്റെ ശാസ്ത്രം മനസ്സിലാക്കാനുള്ളവർ എത്ര പേരുണ്ടാവും? കച്ചേരിക്ക് ആരെങ്കിലും ഉണ്ടാവും? അപ്പോൾ ഇതെനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ രാഗന്താനം പല്ലവിയിൽ വലിയ പ്രമുഖനൊന്നും അല്ല. എൻ്റെ പല്ലവി നരസിംഹാചാര്യരുടെ ഇൻറ്റ്യൂഷൻ കൊണ്ട് എന്നെ ഇഞ്ചക്ട് ചെയ്ത് അദ്ദേഹം എന്നെ കൂടുതൽ ഇഞ്ചക്ട് ചെയ്ത് എന്നെ പാടണം, നീ എന്നെ കൊണ്ട് ഒക്കും എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് എന്തോ അല്പം അദ്ദേഹത്തിൻ്റെ അംശങ്ങൾ എന്തോ ഒന്ന് എനിക്ക് കിട്ടിയതിൽ ഞാൻ പാടാൻ തുടങ്ങി രാഗന്താനം പല്ലവി. അത് കുറച്ച് ടഫായിട്ട് തോന്നി. ജനങ്ങൾ പറഞ്ഞു, ഇതെന്താ ദാസേട്ടാ, കീർത്തനങ്ങൾ കൂടുതൽ പാടണം, രാഗന്താനം പല്ലവി പാടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ?
അവർക്ക് ഇഷ്ടമാകുന്നില്ലെന്നല്ല, അവർക്ക് ഉൾക്കൊള്ളാനൊക്കെ താളങ്ങൾ അത്ര ഡിഫിക്കൽട്ട്. അത് എന്താണ് പല്ലവി എന്ന് മനസ്സിലാകുന്നില്ല, അത് എങ്ങനെ ഏത് സ്ഥലത്താണ് ഇത് എടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല, ഇവർക്ക് ഇത് ആസ്വദിക്കാനൊക്കുന്നില്ല. അപ്പോൾ ആസ്വാദന ലെവലുകൾ പലതുണ്ട്. ക്ലാസിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതിൽ ക്ലാസിക്കൽ തന്നെ ഈ കച്ചേരികളിൽ ഇത്രയും ആയിരക്കണക്കിന് കീർത്തനങ്ങൾ ത്യാഗരാജസ്വാമികളും ദീക്ഷിതരും ശ്യാമശാസ്ത്രികളും എഴുതിയത് പൊടി പറ്റിക്കൊണ്ട് ഇന്നും ഇരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇത് മാത്രമേ ഇന്നും പബ്ലിക്കിലോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ പബ്ലിക്കുമായിട്ടൊരു വലിയൊരു ഇതുണ്ട്. കീർത്തനങ്ങൾ തന്നെ പക്കല നിലപടി എന്നൊരു കീർത്തനം ഉണ്ടല്ലോ കരകരപ്രിയയിലല്ലേ, അതിനെ ത്യാഗരാജസ്വാമികളെ എത്രത്തോളം ഭക്തിയോടുകൂടി പാടിയിരിക്കുന്നു നമുക്ക് ഇമാജിൻ ചെയ്യാനൊക്കും. നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭക്തിയെപ്പറ്റി നമുക്ക് ചിന്തിക്കാനൊക്കും. ആ ഭക്തിയുടെ ഇത് വെച്ചിട്ട് ഏത് രീതിയിൽ പാടിയിരിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, കാരണം ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് അതും വെറും ഉച്ചവൃഷ്ടി നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിവെള്ളം പോലുള്ള കഞ്ഞിയും കുടിച്ചിട്ടാണ് പാടുന്നത്. അതിനകത്ത് വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല. ഭക്തി അങ്ങ് നിറഞ്ഞിരിക്കുകയായിരിക്കും. അതിലെന്ത് ജീവനുണ്ടാവില്ല, പാടാൻ തന്നെ ജീവനുണ്ടാവില്ല അദ്ദേഹത്തിന്. അവിടെ അത് കുറച്ച് ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാം, എന്നെ കൊണ്ട് ഒക്കുന്നില്ലെങ്കിൽ ഒരു 5% എങ്കിലും അല്ലെങ്കിൽ ഒരു 3% പറ്റിക്കാമെന്ന് വയ്ക്കാം. പക്കാല നീല, അത് പക്കാലയല്ല പക്കലയാണ്, അത് പോട്ടെ, എന്തിനു സംഗീതത്തിന് വേണ്ടി കുറച്ച് നീട്ടിന്ന് ആയിക്കോട്ടെ. പക്കാല നീലവടി ഗൊലിചേമു, ഇത് ഞങ്ങൾ കേട്ട് പഠിച്ചു വന്നതാണ്, ത്യാഗരാജസ്വാമികൾ പഠിപ്പിച്ചതല്ല. ഇപ്പോഴും പാടുന്നത് എങ്ങനെ? പക്കല നീലവടി ഇതാണ് പാടുന്നത്. ഇത് പാടിയില്ലെങ്കിലോ വല്ലവനും സമ്മതിക്കുമോ? ഞാനും പാടുന്നത് ഇപ്പോൾ ഇതാണ് കർണാടക സംഗീതം എന്ന് ഇപ്പോൾ എല്ലാവരും ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ശാസ്ത്രീയ സംഗീതം. അതെ, അല്ല അത് ചെയ്തില്ലെങ്കിൽ കച്ചേരി ഇടപെടില്ല. അപ്പം അതിനനുസരിച്ച് വിധത്തിൽ സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഏറ്റവും നല്ല സഭകളുണ്ട് മദ്രാസിൽ, നല്ല സ്റ്റാൻഡേർഡുള്ള സഭകളിൽ. അതിന് കേൾക്കാൻ വേണ്ടി മാത്രം കുറേ ക്രീം ഓഫ് പീപ്പിൾ ആർ ദെയർ. അവർ വരുമ്പോൾ നമുക്കറിയാം എന്ത് കൊടുത്താലും അവരെടുക്കും എന്നുള്ളത്. അമ്പലപ്പറമ്പിലും ഒക്കെ പോയിട്ട് നമ്മൾ അതുപോലത്തെ കൊടുത്താൽ പറ്റില്ല. അപ്പം അതിനനുസരിച്ച വിധത്തിൽ ഈ ഇത്രയും കാലമായിട്ട് കുറേ ശാസ്ത്രീയ സംഗീതക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ രീതിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ശങ്കരാഭരണത്തെ പറ്റി പറയുമ്പോൾ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടോട്ടെ, അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ, വരുന്ന കുട്ടികൾക്ക്? അവരിഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. നമ്മളും ഒക്കെ വലുതായി വന്നതല്ല ആ പ്രായത്തിൽ വന്നപ്പോൾ ഉപദേശിക്കുമ്പോഴൊക്കെ എന്തൊരു കഷ്ടം ഇയാൾ ഉപദേശിക്കണം. അപ്പനോടും അമ്മയോട് പോലും തോന്നിയിട്ടുണ്ട്. നമുക്കൊക്കെ കുറച്ചൊക്കെ എന്നോട് പറയും, ഇങ്ങനെ കളിക്കാനൊക്കെ പോകുമ്പോൾ വൈകുന്നേരമൊക്കെ ഫുട്ബോളും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ സമയത്ത് ആരെങ്കിലും പിടിച്ച് ഇരുത്തി വന്നു കഴിഞ്ഞ് കൂട്ടുകാർ വന്നാലും ആ രാഗം പാടും ഈ രാഗം പാടും എന്ന് പറയുമ്പോൾ പാടാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ആ സമയം നോക്കി വിളിച്ചല്ലോ എന്നുള്ളൊരു ദുഃഖം ഉണ്ട്. അപ്പോൾ ആ ഉപദേശ സമയമൊക്കെ ഒന്നും നമുക്ക് ഇഷ്ടമാവില്ല. അവർ തനിയെ അനുഭവിച്ച് പഠിക്കുമ്പോൾ പഠിച്ചോളൂ. പക്ഷേ ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ അനുഭവത്തിൽ പഠിക്കാൻ പറ്റിയതല്ല. അത് നമ്മൾ അറിഞ്ഞ് ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് യങ്ങർ ജനറേഷനിലുള്ള എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ഈ ഡ്രഗ്സ്, മറ്റുള്ള സെക്ഷുവൽ ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് പഠിച്ചിട്ട് ഇനി തിരുത്താമെന്ന് വിചാരിക്കുന്ന തെറ്റാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ സൂക്ഷിച്ചാൽ അവർക്ക് നല്ലതാണ്, അവരുടെ മക്കൾക്ക് നല്ലതാണ്. പിന്നെ ഈ ദുഃഖങ്ങളും ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ദാസേട്ടനാണ് ഇവിടെ വന്നതിന് എന്താ പറയണ്ടെന്നല്ല, ഞങ്ങളുടെ മനസ്സാണ് നിറഞ്ഞു തുളുമ്പണത്. നന്ദി പറയാൻ വാക്കുകളില്ല. എല്ലാ ശുഭദിനങ്ങളും എല്ലാ ദിനങ്ങളും ശുഭ ദിനങ്ങളാണ്. പക്ഷെ നമ്മളാണ് അതിനെ അശുഭമാക്കുന്നത്. അപ്പം അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി സൂര്യൻ ദിവസം ഇത് വന്നിട്ടുണ്ട്. നമ്മുടെ തലവേദന നമ്മുടെ പ്രശ്നങ്ങളുമാണ്. അയ്യോ ഇന്നെന്താ ഒരു വല്ലാതിരിക്കണമെന്ന് നമുക്ക് തോന്നണം. പക്ഷെ അതുകൊണ്ട് ഞാൻ വന്നുകൊണ്ടൊന്നും അല്ല. എല്ലാം നമ്മൾ നന്നായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും നല്ല, അങ്ങനെ എല്ലാ ദിവസങ്ങളും നന്നായിരിക്കട്ടെ. ഞങ്ങളുടെ എളിയ മനസ്സുകളുടെ സന്തോഷം മാത്രം അറിയിക്കുന്നു. വളരെ നന്ദി വന്നതിനും.